ജിൻഡോ നോക്കൂ, ഒന്നാം ഗിയർ ഇട്ടു, രണ്ടാം ഗിയർ ഇട്ടു, മൂന്നാം ഗിയർ ഇട്ടു, നാലാം ഗിയറിലാണ് പ്രധാനമന്ത്രി ഓടിക്കൊണ്ടിരിക്കുന്നത്. സാർ ഞാൻ ജിൻഡോയിലെ പോട്ടെ, ഞാൻ വരാം. ഒരു അവസാന ഘട്ടത്തിൽ താങ്കൾക്ക് ഒരു അവസരം കൂടെ തരാം. ജിൻഡോ നോക്കൂ, നാലാമത്തെ ഗിയർ ഇട്ട് നിൽക്കുകയാണ് പ്രധാനമന്ത്രി. അതായത് BJP ബഹുദൂരം മുന്നിലാണ് അജണ്ട സൃഷ്ടിക്കുന്നതിൽ. തെരഞ്ഞെടുപ്പിൽ അതാണ് കണക്കാക്കുക. നോക്കൂ, അതിനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ഒരുക്കിയിട്ടുണ്ട് എന്ന വിമർശനം ഇനി ശരിവെച്ചാൽ തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസും അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഒരു കാലഘട്ടത്തിലും ഭരണകൂടം അനുവദിച്ചിരുന്നില്ല. ജിൻഡോ നോക്കൂ, നരേന്ദ്രമോദി 4ാം ഗിയറിൽ പോവാണ്, ബഹുദൂരം മുന്നിലാണ്. അല്ല നികേഷ്, ഇതില് നരേന്ദ്രമോദി 4ാം ഗിയറിലോ 40ാം ഗിയറിലോ ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അവർ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നു എന്നുള്ള താങ്കളുടെ നിരീക്ഷണം ശരിയല്ല. കാരണം നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജിയുടെയും വാലിന്മ തൂങ്ങാൻ പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ ആരും തയ്യാറായില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഓരോ ദിവസവും പുതിയ സ്ട്രാറ്റജി പരീക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷെ ആ ഒരു സ്ട്രാറ്റജിയും ഏക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം KVS ഹരിദാസിന്റെ അടക്കമുള്ള ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഈ വെപ്രാളപ്പെടലും വിറളയും പൂണ്ടുകൊണ്ടുള്ള സംസാരമൊക്കെ കണ്ടാൽ നമുക്കറിയാം 4ാം തീയതി റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് അത് അടി കിട്ടാൻ പോകുന്നതൊക്കെ മനസ്സിലാക്കും. ഞാൻ പറയുന്നതേ, 4 സ്റ്റേജ് കഴിഞ്ഞു ഇലക്ഷന്റെ. ഈ 4 സ്റ്റേജ് കഴിഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം വിളിക്കുകയോ മാധ്യമങ്ങളോട് ഈ വോട്ടിംഗ് പെർസെന്റേജിനെ കുറിച്ച് സംവദിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുക്കുന്ന ഒരു ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇവിടെ അറിയാനുള്ള അവകാശം നിയമമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇൻഫർമേഷൻ ലോ, ആ റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമമായിട്ടുള്ള ഒരു രാജ്യത്ത് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും 4 ഘട്ടം കഴിഞ്ഞിട്ടും ഇതിന്റെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന് അറിയാനുള്ള അവകാശം നിഷേധിക്കുന്നത് ആ നിയമത്തിന് വിരുദ്ധമാണ്. രണ്ടാമത്തത്, യാതൊരു സുതാര്യതയും ഇല്ലാതെയാണ് ഈ ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. KVS ഹരിദാസ് പറഞ്ഞ പോലെ ആണെങ്കിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെയാണോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഈ 10-11 ദിവസം എടുക്കുന്ന എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ? യാതൊരു സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഇല്ലാതെയാണോ ഇലക്ഷൻ കമ്മീഷൻ ഇത്ര വലിയ ജനാധിപത്യ സംവിധാന രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത്? ഇത്രയും വലിയ ഡെമോക്രാറ്റിക് എക്സസൈസ് നടക്കുമ്പോൾ ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് ജനാധിപത്യ രാജ്യമാണ്, എല്ലാ മനുഷ്യരിലും ജനാധിപത്യ ബോധമുണ്ടെന്നൊക്കെ BJP-ക്കാർ പറഞ്ഞ് നമ്മളെ ആരും ബോധ്യപ്പെടുത്തണ്ട. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ ജഡ്ജിമാര്, ഇവിടുത്തെ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ സിവിൽ സർവൻസ്, എന്തിന് രാഷ്ട്രപതി പോലും വലിയ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ കാണുന്നത്. മരണം മണക്കുന്ന അല്ലെങ്കിൽ മതവിദ്വേഷം ആഴത്തിൽ പരക്കുന്ന ഈ വലിയൊരു സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മതേതരത്തെ മുറിപ്പെടുത്തുന്ന ഈ മുറിവുകൾ നരേന്ദ്രമോദി നിരന്തരം ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴും ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഇടപെടാൻ കഴിയാത്ത ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടാണ്, നാണക്കേടാണ്. വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്.